ഇയാൾക്കിത് പട്ടീനെയും പേടിയില്ലേ? വടിയില്ല, ഒന്നുമില്ല കയ്യിൽ. ഗുഡ് മോർണിംഗ് മാഷേ. മോർണിംഗ് മോർണിംഗ്. എന്തേ വൈകിയാ? വൈകിയാന്ന്? അല്ല, ഞാൻ ഈ നേരത്താ പോവാറ്. ഈ കാലത്താവുമ്പോഴേ ഒരു 6 മണി സമയം മുതൽ അങ്ങനെ നിറച്ച ആളുകളാ നടക്കാനേ. അപ്പൊ അതിന് മുക്കാലും ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പൊ ഈ കാണുമ്പോ ഒക്കെ ഐ മാഷേ, ഗുഡ് മോർണിംഗ് മാഷ, എന്താ മാഷേ. അപ്പൊ ഇതിനൊക്കെ മറുപടി അറിയാൻ നടക്കണം. നമ്മുടെ നടപ്പ് നടക്കില്ലേ? അപ്പൊ ഇവരൊക്കെ വീട്ടിലേക്ക് കയറിയിട്ടാച്ചാ നമുക്ക് സമാധാനത്തിൽ റോട്ടിൽ കൂടെ അങ്ങനെ പോവാലോ. അത് കാരണം ഈ നേരത്തെ പോലെ ഞാൻ നിന്നെ കാണാതിരിക്കായിരുന്നു. നീ എന്താ ഇപ്പൊ 3 ദിവസമായല്ലോ പത്രം ഇട്ടിട്ട്? എങ്ങനെയാ ഇടല് മാഷേ? ആ ഏരിയ മൊത്തം തെരുവുനായ്ക്കളാ. അപ്പൊ തെരുവുനായ്ക്കളെ കൊണ്ടാ പത്രം ഇടിക്കണേ? കടി കൊള്ളാൻ കയ്യില മാഷെ. 3-4 ദിവസമായി വീട്ടിൽ പത്രം ഇട്ടിട്ട് ഒന്നിച്ചുകൊണ്ട് തന്നേക്കാണ് അവൻ. ഞാനിപ്പോ അങ്ങനെ. ഒന്നാമത് നിങ്ങൾക്കൊക്കെ പട്ടി പൂച്ചാന്നൊക്കെ പറയുമ്പോ വേറെന്തോ ഒരു വൃത്തികെട്ട സംഭവം അവരായിട്ടൊന്നും ഒരു സൗഹൃദത്തിലായാ മതി. മാഷ് പേടിയില്ല അല്ലേ? എന്തിനു പേടിക്കുന്നത്? നമുക്കെന്താ വെച്ചാ വിറ്റകളൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്ക് ഉള്ളങ്ങോട്ട് ഭയം കയറുക. ഭയം കയറുമ്പോ എന്താ ഉണ്ടാവുക? അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം രാസപ്രവർത്തനം നടക്കും. അത് തിരിച്ചറിയാനുള്ള കഴിവ്, മണത്തറിയാനുള്ള കഴിവ് പട്ടിക്കൊക്കെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പഴാ വന്ന് കടിക്കണത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സിൽ സ്നേഹമാണെന്ന് വിചാരിക്ക. അപ്പൊ അതിന്റെ ഇതും മനസ്സിലാവും. ഈ കടിക്കാൻ വരുന്ന പട്ടിനോട് നമ്മളിങ്ങനെ സന്തോഷം പോലെ കാണിക്കും. കടിക്കാൻ വരുന്നതിന് മുമ്പുള്ള ഭാവമുണ്ട് അവറ്റയ്ക്ക്. അതെ സാർ, നമ്മൾ അവറ്റാനെ ഉപദ്രവിക്കാണ്ടിരുന്നാ മതി. ഒരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് ഈ രാസപ്രവർത്തന സാധനം ഉണ്ടല്ലോ, അത് നമുക്കിപ്പോ മേടിക്കാൻ കിട്ടുന്ന സാധനമാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പരിവർത്തനം ചെയ്യണ്ടേ? എന്താ അതാ ഒന്ന് പഠിപ്പിക്കണ കാലത്തും ഉണ്ടായിട്ടില്ല അവനൊരു നല്ല ബോധം. ഞാൻ പറയുന്നത് ഇപ്പോ പട്ടികളെ ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തൊരു സൗന്ദര്യമുള്ള ശബ്ദം എന്റെ മനസ്സില് ഇപ്പൊ നിങ്ങൾക്ക് ശല്യമായിട്ട് തോന്നിണ്ടാവും. വേണ്ടോ? എന്താ ആ താളത്തിലാ കൊര. അണ്ടാ എടാ മേളം നടക്കണ മാതിരിയാ പഞ്ചാരി മേള. ഓടിച്ചിട്ട് കടിക്കും മാഷെ, പഴയ പട്ടികളല്ല. നമ്മുടെ മനസ്സിൽ അവറ്റയെ കുറിച്ച് നല്ല ചിന്ത ഉണ്ടായാൽ മതി. ഒരു കുഴപ്പമില്ല. എന്റെ സമയം പോണു, ഞാൻ നടക്കട്ടെ. അതെ മാഷെ, അപ്പുറത്ത് മുഴുവൻ പട്ടികളാണ്. 3-4 പട്ടി പെറ്റും കിടപ്പുണ്ട്. ഈ വടി കയ്യിലിരിക്കട്ടെ. ഇതൊന്നും കാര്യമില്ല. നമ്മുടെ മനസ്സിലുണ്ട് എല്ലാ വടിയും തടിയും തടയൊക്കെ. മാഷ് പേടിയില്ല? എനിക്കൊരു പേടിയില്ല. താളത്തിലാ കൊര കേട്ടോ. നല്ല കലാബോധമുള്ള പട്ടിയോളാ. അടിക്കോ അത് പിടിച്ചേ. ഇതാ ശരിയാ പോട്ടെ. പട്ടിത്താള പട്ടിത്താള. ഞാൻ പോട്ടെന്നാലേ. അതെ, പത്രം കറക്റ്റ് ആയിട്ട് ഇടാൻ നോക്കുന്നേ കേട്ടാ.